ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ ദിവസമായില്ലേ, 2 ആഴ്ചക്കായി വീഡിയോ ചെയ്തിട്ട്. അപ്പം എന്നെ സ്നേഹിക്കണ കുറേ ആൾക്കാരിനോട് എന്താ വീഡിയോ ചെയ്യാത്തത്, എന്താ അപ്പം നിർത്തി വെച്ചതെന്നൊക്കെ ഒരുപാട് ആൾക്കാർ ചോദിച്ചു. അപ്പോൾ അതിൻ്റെ മറുപടിയും അതേപോലെ ഞാൻ കുറേ ഈ 15 ദിവസത്തെ ആയാലും നമ്മൾ വീഡിയോ ചെയ്തിട്ട് അതിൻ്റെ മുന്നെടുത്ത് വെച്ച വീഡിയോ ആണ്. നാളെ അത് അപ്ലോഡ് ആക്കണം എന്ന് വിചാരിച്ച് വെച്ച് ചെയ്തച്ച വീഡിയോ ആണ് കേട്ടോ. വോയിസ് കൊടുക്കാൻ മാത്രമുള്ളൂ ഇനി. അപ്പം അതിനൊന്നും എനിക്ക് കഴിഞ്ഞില്ല. അപ്പം നമുക്ക് കുറച്ച് അധികം പുഡിങ്ങിന് ഓർഡർ ഉള്ള ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് പുഡിങ്ങും അതേപോലെ ഇളനീൻ പുഡിങ്ങും നമ്മളെ പൈനാപ്പിൾ പുഡിങ് ഉണ്ടല്ലോ, അതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഉണ്ട്, അതിന് കൊടുക്കാനാണ്. അനിയത്തിൻ്റെ വീട്ടിലാണ് ഫംഗ്ഷന്. അപ്പം ഇത് ക്യാരറ്റിൻ്റെ പുഡിങ്ങാണ് കേട്ടോ. അപ്പോൾ പൈനാപ്പിൾ പുഡിങ്ങും അതേപോലെ ക്യാരറ്റും ഇളനീനും ആണല്ലോ. അപ്പോൾ ക്യാരറ്റും ഇളനീനൊക്കെ ഞാൻ ഉണ്ടാക്കിയെടുത്തിക്കണം. അതേപോലെ നമ്മളെ പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ഞാനതിൽ ഇട്ടിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോ എന്താ ചെയ്യാതിരുന്നതിൻ്റെ കാരണം ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ. അങ്ങനെ ക്യാരറ്റിൻ്റെ പുഡിങ്ങും അതേപോലെ ഇളനീൻ്റെ പുഡിങ്ങും പൈനാപ്പിൾ പുഡിങ്ങും ഒക്കെ 3 ഡ്രൈ 10 ഡ്രൈ പുഡിങ്ങിനാണ് നമുക്ക് ഓർഡർ ഉണ്ടായത്. അങ്ങനെ നമ്മളെ ക്യാരറ്റ് പുഡിങ്ങൊക്കെ സെറ്റ് ആയിക്കണേ. നമ്മളെ പൈനാപ്പിൾ പുഡിങ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിന് ഒരു പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ് എന്നുള്ള അളവിലാണ് എടുക്കേണ്ടത്. അപ്പം എൻ്റെ ട്രേയിൽ 2 പാക്ക് പാൽ വെച്ചുകൊണ്ടാണ് ഒരു ട്രേ ഫുള്ളാകുക. അപ്പോൾ ഞാൻ 3 ട്രേയിലാണല്ലോ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ 6 പാക്കറ്റ് പാലാണ് കേട്ടോ. അപ്പോൾ ഒരു ട്രേക്ക് 1 ലിറ്റർ പാൽ, അതേപോലെ 500 പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ്, അതേപോലെ 10 ഗ്രാം ചൈന ഗ്രാസിന് 1 കപ്പ് വെള്ളം. അങ്ങനെ ഞാൻ 6 പാക്ക് എടുത്തുക്കണല്ലോ, അതിന് 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണേ. ഇത് നമുക്ക് 10 മിനിറ്റ് ഒന്ന് മെൽറ്റാക്കാൻ വെക്കണം. അപ്പോൾ അത് മെൽറ്റാണ് സമയം കൊണ്ട് ഞാൻ നമ്മളെ പൈനാപ്പിൾ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്ത് കണ്ട് വെച്ചേക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഈ പൈനാപ്പിൾ ചെത്തുമ്പം അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കറുപ്പ് സംഭവം ഉണ്ടാവുമല്ലോ, അതൊക്കെ ഒന്ന് എടുത്ത് കളയണേ. അപ്പം ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഒരു 1.5 പൈനാപ്പിൾ എടുത്തുക്കണം കേട്ടോ ഞാൻ. അതൊക്കെ നല്ലോണം ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചട്ടി കടുപ്പത്ത് വെച്ചുകൊണ്ട് ആ ചെമ്പൊക്കെ ഇട്ട് കൊടുത്തുക്കണേ. പിന്നെ അതിക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തുകൊണ്ട് നല്ലോണം ഒന്ന് ഇളക്കി വേവിച്ചെടുക്കുക. അപ്പോൾ ഈ പഞ്ചസാരയൊക്കെ ഇട്ടെടുത്ത് ഇളക്കുമ്പം ഈ പൈനാപ്പിളിൽ നിന്ന് ഇങ്ങോട്ട് വെള്ളം ഒലിച്ചിറങ്ങും. അപ്പോൾ അങ്ങനെ നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക നമുക്ക്. അപ്പോൾ ചൈന ഗ്രാസ് 1 പാക്കറ്റ് പാലെന്ന് പറഞ്ഞാൽ 500 പാൽ കേട്ടോ. അതിന് 10 ഗ്രാം ചൈന ഗ്രാസാണ് വേണ്ടത്. നമ്മളിങ്ങനെ നമ്മളെ വീട്ടിൽ എന്തെങ്കിലും ഫംഗ്ഷനും പരിപാടിയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ 10 ഗ്രാം മതി. നമ്മൾ പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിൽ അത് 2 ഗ്രാം അധികം എടുക്കണം. ഇങ്ങനെ കഷ്ണം പീസാക്കി ഇങ്ങനെ വെട്ടിയെടുക്കണമെങ്കിൽ 12 ഗ്രാം വേണം. വീട്ടിലത്തെ ആവശ്യത്തിനാണെങ്കിൽ 1 പാക്കറ്റ് പാലിന് 10 ഗ്രാം ചൈന ഗ്രാസ്. അപ്പോൾ ഞാൻ ഒറ്റയടിക്ക് 3 ഡ്രൈ പുഡിങ് ഉണ്ടാക്കി എടുക്കുകയാണല്ലോ. അപ്പോൾ അതിനുള്ള പാലൊക്കെ ചെമ്പക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇളനീൻ്റെ പുഡിങ്ങും ഉണ്ടാക്കിക്കണം. അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ 3 ഡ്രൈ പുഡിങ് ഉണ്ടാക്കാൻ 6 പാക്ക് പാല്, 500 പാലാട്ടോ ഒരു പാക്ക് എന്ന് പറയണത്. ഇത് എനിക്ക് ഒന്നായിട്ട് ഓർഡർ കിട്ടുമ്പോൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ കഴിയുള്ളൂ. കാരണം ഒറ്റയടിക്ക് ഒന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു തരാം. എന്നാലും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ പറയണത് നല്ലോണം ശ്രദ്ധിക്കട്ടോ. 1 പാക്കറ്റ് പാലെന്ന് പറഞ്ഞത് 500 ആണ്. അപ്പോൾ പാലും പാക്കാണെങ്കിലും ചൈന ഗ്രാസിൻ്റെ പാക്കാണെങ്കിലും ഒക്കെ ഞാനൊരു കവർ അവിടെ വെച്ചുകൊണ്ട് ആയതിങ്ങനെ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ആകെ നിരന്ന് കിടക്കൂല. നമുക്ക് പാലൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ അതിൽ പഞ്ചസാര ഇട്ടെടുക്കുകയാണ്. അപ്പോൾ ഒരു ഡ്രൈ പുഡിങ്ങൾക്ക് 1 കപ്പ് പഞ്ചസാര, അങ്ങനെ 3 കപ്പ് പഞ്ചസാര ഞാൻ ഇട്ടെടുത്തുക്കണം കേട്ടോ. 3 ഡ്രൈ ഉണ്ടല്ലോ. അതേപോലെ 3 ടിന്ന് മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുത്തേക്കണം. അപ്പം ഞാൻ മധുരത്തിന് ഞാൻ മിൽക്ക് മേഡ് ആട്ടോ ഒഴിച്ചു കൊടുക്കൽ. പഞ്ചസാര കുറവും മിൽക്ക് മേഡ് കുറച്ച് അധികമാണ് ഞാൻ ചേർത്ത് കൊടുക്കൽ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് റേറ്റും കൂടും ടേസ്റ്റും കൂടും. അപ്പം അങ്ങനെ അതൊക്കെ നല്ലോണം പഞ്ചസാരയും മിൽക്ക് മേഡൊക്കെ നല്ലോണം മിക്സ് ആക്കിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ടാണ് ഞാൻ ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കണുള്ളൂ. ഇതിങ്ങനെ മിൽക്ക് മേഡ്, മിഠായി മേറ്റ് മിൽക്ക് മേഡ് പറഞ്ഞാൽ 2 എണ്ണം ഉണ്ട് കേട്ടോ. മിഠായി മേറ്റാണെങ്കിൽ നല്ല മെൽറ്റായി കൊണ്ടേക്കാരം. ഈ മിൽക്ക് മേഡ് കുറച്ച് കട്ടിയായി കൊണ്ടേക്കാരം. അപ്പോൾ അതൊക്കെ നല്ലോണം മിക്സ് ചെയ്തിട്ട് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കുക. അങ്ങനെ അത് അപ്പുറത്തും വേണുണ്ട്. ഇപ്പുറത്ത് ഞാൻ ആ ചൈന ഗ്രാസ് മെൽറ്റാക്കാൻ വെച്ചിരിക്കണമല്ലോ, അതും സിമ്മിലാക്കിങ്ങാണ്ട് അതും മെൽറ്റാകാൻ വെച്ചിരിക്കണം. പൈനാപ്പിളൊക്കെ നല്ലോണം വേവിച്ചുകൊണ്ട് അതും മാറ്റി വെച്ചിരിക്കണ്. അപ്പം നമ്മളെ പാല് നല്ലോണം ചൂടാട്ടെ, തിളക്കണ്ട കേട്ടോ. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ അപ്പുറത്തെന്തോ പണിക്ക് പോയപ്പോൾ മിഥുവിനെ ഏൽപ്പിച്ചിരിക്കണം മിക്സ് ചെയ്യാൻ. അപ്പം തിളക്കണേന് മുന്നേ തന്നെ ചൈന ഗ്രാസ് മെൽറ്റായപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പാല് കിട്ടോ. പാലിങ്ങനെ തിളച്ചിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് ഈ പിരിഞ്ഞ മാതിരി ഉണ്ടാകുക. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മതി. പാല് ചൂടാകുമ്പോൾ തന്നെ നമ്മളെ ചൈന ഗ്രാസൊക്കെ മെൽറ്റായി വരും. എന്നിട്ട് അത് ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഞാനിത് മിക്സ് ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്തിക്കണം. ഇനി നമുക്കിതൊക്കെ പൈനാപ്പിൾ ചേർക്കാണ്ട്
അതേപോലെ ഫ്രഷ് ക്രീം ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുക്കാണ്ട്. അപ്പോൾ അതൊക്കെ മിക്സിങ് കഴിഞ്ഞിട്ടാട്ടോ അതൊക്കെ ചേർത്ത് കൊടുക്കണേ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ല കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. അതേപോലെ വീഡിയോ മുഴുവനായിട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയെടുത്ത പാത്രമേ കുറച്ച് വലിയ ചെമ്പേനി, അപ്പോൾ ഞാൻ വേറൊരു പാത്രത്തിൽ ഒഴിച്ചു കൊടുത്തു. അപ്പോൾ അതിലും കൊണ്ടില്ല കേട്ടോ. ഇനി നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടല്ലോ ഇതൊരു 250 ഗ്രാമാണ് കേട്ടോ. ഇത് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇത് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതേപോലെ നമ്മൾ വേവിച്ചെടുത്ത പൈനാപ്പിൾ ഉണ്ടല്ലോ അത് പകുതി ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കണ്ട് ഒന്ന് അരച്ചെടുത്തും ചെയ്തിരിക്കണം. പകുതി ഞാൻ ഡെക്കറേഷന് മാറ്റിയും വെച്ചിരിക്കണം. അങ്ങനെ ഈ ഫ്രഷ് ക്രീമും അതേപോലെ പൈനാപ്പിളും ഒഴിച്ചു കൊടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യുക. അതൊക്കെ അടുപ്പത്തു നിന്ന് മാറ്റി വെച്ചിട്ടാട്ടോ ഈ ചെയ്യണത്. ഇതൊക്കെ പെരുന്നാളിൻ്റെ മുന്നേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ചങ്ങാണ്ടൊക്കെ എടുത്ത് വെച്ച വീഡിയോ അതിനൊന്നും ഇപ്പോൾ കഴിഞ്ഞില്ല കേട്ടോ. നമ്മളെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അങ്ങനെ ബാക്കി വേറൊരു ചെമ്പിലുണ്ടായിന്, ഒരു ചെമ്പിൽ കൊണ്ടില്ല എന്ന് പറഞ്ഞല്ലോ ഞാൻ. അപ്പോൾ അതൊക്കെ തമ്മിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് പൈനാപ്പിൾ ഇങ്ങനെ ഡ്രൈക്ക് ഇട്ട് കൊടുത്തിട്ട് അതിക്കൊക്കെ ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് ഒരു 5 കിലോ കേക്കിന് ഓർഡർ കിട്ടും അതിൻ്റെ കൂടെ. അതും ഞാൻ തലേന്ന് രാത്രി സെറ്റാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിനി. അപ്പം ഇനി നമ്മളെ കാര്യത്തേക്ക് കിടക്കല്ലേ. അപ്പം ഞങ്ങളിവിടെ 10 മക്കളാണല്ലോ നാണിപ്പാക്കാൻ്റെ കുടുംബത്തിൽ. അപ്പം 5 ആണും 5 പെണ്ണുമാണ്. അതിലത്തെ 5 ആമക്കളിൽ വലിയ മൂത്തച്ഛന് പെട്ടെന്ന് ഞങ്ങളൊക്കെ വിട്ട് പിരിഞ്ഞു പോയി, പെട്ടെന്ന് മരണപ്പെട്ടു. അപ്പോൾ കാക്ക ടെറസിൻ്റെ മുകളിൽ നിന്നുകൊണ്ട് വീണതാണ്. അപ്പം വീണ് പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റിലായിരുന്നു. അപ്പോൾ 4 ദിവസം അവിടെ അഡ്മിറ്റായി കിടന്നു. 5-ാമത്തെ ദിവസം കാക്ക മരണപ്പെട്ടു. അപ്പോൾ അതൊരു ഓർക്കാത്ത പെട്ടെന്നുള്ളൊരു മരണമായതുകൊണ്ടേ എല്ലാവർക്കും ഭയങ്കര ഷോക്കായി മാറി. ഏതായാലും ഇപ്പോൾ കാക്ക മരണപ്പെട്ടിട്ട് 7 ദിവസം കഴിഞ്ഞു. ഇന്നലെ 7 കഴിഞ്ഞു. എല്ലാവരും പിരിഞ്ഞു പോയി. എല്ലാവരും അവിടെ കേട്ടോ കാക്കാൻ്റെ വീട്ടിൽ. അപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി കാക്കാൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ പെട്ടെന്നുള്ളൊരു മരണേനി. അപ്പോൾ പെട്ടെന്നുള്ള മരണത്തിന് തൊട്ടൊക്കെ പടച്ച റബ്ബി നമ്മളെയൊക്കെ കാക്കട്ടെ. അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയും ഒന്ന് ഉൾപ്പെടുത്തട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഈ വീഡിയോ ചെയ്യണതിൻ്റെ പിറ്റേന്നാണ് കാക്കാക്ക് ഇങ്ങനെ പെട്ടെന്ന് കാക്ക വീണത്, ടെറസിൻ്റെ മുകളിൽ നിന്നും വീണതും കൊണ്ടുപോയതൊക്കെ. അപ്പോൾ ഇപ്പോൾ ഞാൻ ആ വീഡിയോ എടുത്തുങ്ങാണ്ട് എഡിറ്റ് ചെയ്തുങ്ങാണ്ട് നിങ്ങളെ മുന്നിലേക്ക് എത്തിച്ചേരുകയാണ്. ഞാൻ പെരുന്നാളൊക്കെ ആകുമ്പോൾ തന്നെ എല്ലാവരും പുഡിങ്ങും ഒക്കെ ഉണ്ടാക്കണ, പെരുന്നാളാകുമ്പോൾ അങ്ങനെ മധുരം ഉണ്ടാക്കുമല്ലോ നമ്മൾ. അപ്പോൾ അതിനും വേണ്ടിങ്ങാണ്ട് അപ്പോൾ ഞാൻ എടുത്ത് വെച്ചതാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പൈനാപ്പിൾ പുഡിങ്ങൊക്കെ ഉണ്ടാക്കണത്. അങ്ങനെ അതും സെറ്റായി. അതൊക്കെ ഒന്ന് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുക. അപ്പോൾ അത് വൈകുന്നേരത്തിനാണ് കേട്ടോ കൊടുക്കേണ്ടത്. ഞാൻ രാവിലെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അങ്ങനെ കേക്കും അതേപോലെ പുഡിങ്ങൊക്കെ 2 ഫ്രിഡ്ജിലായിട്ട് അങ്ങനെ വെച്ചേക്കാണ്. ഇപ്പം തണുത്ത് സെറ്റാവണമല്ലോ. അതേപോലെ കേക്ക് നമ്മൾ കട്ട് ചെയ്ത് വേണ്ട കൊണ്ടുപോകും. അപ്പോൾ നല്ലോണം സെറ്റായിട്ട് വേണം കട്ട് ചെയ്യാൻ. അപ്പോൾ 10 ട്രേ പുഡിങ്ങും 5 കിലോ കേക്കുമാണ് കേട്ടോ കൊണ്ടുപോയത്. എൻ്റെ അനിയത്തിൻ്റെ വീട്ടിലേക്കാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അല്ലേ ആദ്യം. അവളെ വീട്ടിലൊരു സൽക്കാരമുണ്ട്. അവളെ നാത്തൂൻ്റെ മോള് കല്യാണം കഴിഞ്ഞ് ഫസ്റ്റത്തെ സൽക്കാരമാണ്. അപ്പോൾ അങ്ങനെ രാത്രിയാണ് സൽക്കാരം. അപ്പോൾ ഞാൻ പോകുമ്പം എന്നോട് കൊണ്ട് ചെല്ലാനാണ് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇത് വൈകുന്നേരം ആവാനയക്കണ്. അപ്പോൾ പോണേൻ്റെ മുന്നേ ഇതൊന്ന് കട്ട് ചെയ്ത് കണ്ട് പീസ് ആക്കിയിട്ട് വേണം നമുക്കൊന്ന് ബോക്സിലാക്കി മാറ്റാൻ. ഇതിങ്ങനെ അളന്ന് കറക്റ്റിൽ ഇങ്ങനെ മുറിക്കണമെങ്കിൽ നല്ല നേരം വരും കേട്ടോ. ഇതിന് നല്ല ടൈം പിടിച്ചു. അങ്ങനെ പീസ് ആക്കിയാലുള്ളൂ എല്ലാവർക്കും ഓരോരോ പീസ് ഇങ്ങനെ എടുക്കാൻ പെട്ടെന്ന് കഴിയുക. അപ്പോൾ അങ്ങനെ എല്ലാവരും നാട്ടിലും മഴയൊക്കെയല്ലേ, നമ്മളവിടെയൊക്കെ പെരും മഴയാണേ. ഇപ്പോൾ സ്കൂൾ തുറക്കലും മഴയും ഒക്കെ ഒപ്പായില്ലേ. നമ്മൾ ആദിനെയൊക്കെ സ്കൂളിലാക്കിയോലൊക്കെ സ്കൂളിൽ പോക്ക് തുടങ്ങി. ഓൾക്ക് പിന്നെ അംഗൻവാടിക്ക് പോയി ശീലം ഉണ്ടായതുകൊണ്ട് ഒരു കുഴപ്പമില്ലാതെ സ്കൂളിലൊക്കെ പോകുന്നുണ്ട്. അപ്പം ഇതൊക്കെ കൊണ്ടുപോയപ്പോൾ തന്നെ രാത്രി 8 മണിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ പുതിയാപ്ല സൽക്കാരാണല്ലോ, അവരെത്തിയിട്ട് ഞാൻ ഇവിടെ നിന്ന് പോയാൽ മതി എന്നാണ് വിചാരിച്ചത്. കാരണം ഒരു ഭക്ഷണം കഴിച്ച് കഴിയുമ്പോഴത്തേന് എത്തിയാൽ മതി. ഇത് നമ്മളെ ഫ്രിഡ്ജിൽ കൊള്ളണമാതിരി അവിടെ സ്ഥലം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഫുഡ് കഴിക്കൽ കഴിഞ്ഞിട്ടാണല്ലോ നമ്മളെ പുഡിങ് ആണെങ്കിലും അതേപോലെ കേക്കാണെങ്കിലും ഒക്കെ കഴിക്കുള്ളൂ. അപ്പോൾ ആ സമയമായപ്പോഴത്തേന് ഞാൻ അവിടെ എത്തി.
ഇവിടെയൊക്കെ വീഡിയോ എടുത്തത് മക്കളാണ് കേട്ടോ. നമുക്ക് പിന്നെ ക്യാമറയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ എല്ലാവരും ഇടയിൽ കൂടി പോകുമ്പോൾ ഒരു മടിയാണല്ലോ. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ വരുമ്പോൾ മക്കൾ തന്നെ വീഡിയോ എടുക്കൽ. അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇൻഷാ അല്ലാഹ് മറ്റൊരു നല്ലൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.